ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാവരും മറന്നിടുന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി ഓർമ്മിപ്പിച്ചത് ഒരു സുഖം കിട്ടി അല്ലെ? ഒരു കണ്ടന്റ് കിട്ടിയില്ലേ? തെറ്റേറ്റു പറഞ്ഞ് എഴുതുകാരൻ ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് എഴുതുകാരൻ അല്ല, അങ്ങനെയാണ് കണ്ടന്റ് വാർത്തവരെ മറ്റേ ഹെഡ്ലൈൻ ഒരു സുഖം കിട്ടിയില്ലേ? കണ്ടപ്പോ പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും ഞാൻ പുറത്തു വെച്ച് കണ്ടില്ല, ഓർമ്മ കിട്ടുന്നു. കൊള്ളാം. ടോവിനോയ്ക്ക് ഇത്തരം പേടിയുണ്ടോ? ഇങ്ങനെ ഇത്തരം സ്ക്രിപ്റ്റുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ പേടിയൊന്നും. അപ്പൊ ഇത്തരം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഒക്കെ വന്നാൽ അഭിനയിക്കുന്ന ഒരു ആരെങ്കിലും ആ മുഖത്തേക്ക് കൊണ്ടു വെക്കാനോ? ഒരു സൈഡ് മാത്രം കാണും വെച്ചില്ലേ? അല്ല, അത്തരം അഭിനേതാവാണോ ഇങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു പടത്തിൽ ഗീതാന്വേഷണം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അയാൾ വൃത്തിയായിട്ടാണെന്ന് വിചാരിക്കുക, അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുക ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാവുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകൾ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല. കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് കണ്ടന്റ് വീഡിയോ എക്സ്ക്ലൂസീവായോ